ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ഇല്ലേ കണ്ടിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു തിരക്കിലാണ് ഞാൻ. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിയുടെ 28 അതിൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ള വീഡിയോസാണ് ഞാൻ അതിൽ ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. വീട്ടിൽ വെച്ചിട്ടല്ല കേട്ടോ പരിപാടി, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീതു ഒരു 8:30 ടൈമിൽ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട്. നീതു മണിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒന്ന് ഒരുങ്ങണത്. പിന്നെ ഉണ്ണി ഏട്ടനും മുന്നേ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നൂലുകെട്ടിനൊരു ടൈം ഉണ്ടായിരുന്നു, ഒരു 10:30 to 11:30 വരെയാണ് ടൈമുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എത്തണമല്ലോ. അപ്പോൾ പിന്നെ വണ്ടിയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ ഭാഗത്തായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് അവളൊന്ന് റെഡിയാവുകയാണ് കേട്ടോ. അവിടെ അമ്മയും ചിന്നൊക്കെ ഓരോരുത്തർ ഓരോ സൈഡിലായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ? അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമും എൻ്റെ ഫൈനൽ ലുക്കും ഇഷ്ടമായോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛമ്മയും ഏട്ടനൊക്കെ നേരത്തെ തന്നെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അമ്മയും ഏട്ടൻ്റെ അമ്മയും ഒരു കളറ്, പിന്നെ ഞാനും ഏട്ടനും ഉണ്ണിയും ഒരു ഡ്രസ് കോഡ്, അങ്ങനെയായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി. ബാക്കി എല്ലാവരും നിർത്താൻ പോയിട്ടുണ്ടായിരുന്നു. അച്ഛനൊക്കെ നിർത്താൻ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഡിറ്റോറിയം കുറച്ച് ദൂരെയാണ്. ചന്ദനമോ കണ്ണനുണ്ണി നിന്നഴകിൽ കനവിലെന്റെ പാൽമഴയോ കന്നിരാവോ കാർമുകിലോ നീലവാർമുടിയിൽ മയിൽ പീലിയോ പൂവോ മൊഴിയോ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇങ്ങനെ കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണിയുടെ പേര് യാത്വിക് എന്നാണ്. നമ്മൾ വീട്ടിൽ അമ്പാടി എന്ന് വിളിക്കും. ഡെക്കറേഷൻ ഏരിയാസും മറ്റും ഏട്ടനും നീതുമാണ് കേട്ടോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു പ്ലാനായിരുന്നു, എന്നോട് പറയേണ്ട. അവരാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഉണ്ണിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു, തൊട്ടിൽ കിടത്തിയിട്ടുള്ള. പിന്നെ നമ്മൾ എൻ്റെ ഏട്ടൻ്റെയും ഉണ്ണിയുടെയും കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ. കണ്ണേ കൺമണിയേ കണ്ണിൻ പൂങ്കനവേ. പിന്നെ കുറച്ച് നേരത്തേക്ക് ഫോട്ടോസിൻ്റെ തന്നെയായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിലി ആയിട്ട് എടുത്തു, ഫ്രണ്ട്സായിട്ട് എടുത്തു. പിന്നെ ഉണ്ണിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാനും ഏട്ടനും ഉണ്ണിയായിട്ടുള്ളതൊക്കെ എടുത്തു. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വേറൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് സെറ്റാക്കാം. അപ്പോഴേക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് മണിക്കുട്ടിയാണ്. പിന്നെ നീതും വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് അവളോട് പറയുന്നുണ്ട്. പിന്നെ ഉണ്ണീനെ എടുത്തിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോവുകയാണ് കേട്ടോ. കുറച്ചുകൂടി നല്ല ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോവുകയാണ്. പിന്നെ നമ്മൾ ഫുൾ ഗ്യാങ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേസിൻ്റെ പിന്നാലെ തന്നെ മണിക്കുട്ടീൻ്റെ വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് തരുന്നുണ്ട്. പിന്നെ ഉണ്ണിക്ക് ചെറുതായിട്ട് വാശിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അവന് ഓക്കെയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഉണ്ണിയെ പിടിച്ച് നിൽക്കുന്നതും ഏട്ടനും, അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫുൾ ഫോട്ടോ സെക്ഷനാണ് ഗൈസ്. പിന്നെ കുറച്ചും കൂടി ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആൾക്ക് ചെറിയൊരു കുറുമ്പ് കാണിച്ചപ്പോൾ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീട്ടിൽ ചെറിയ പരിപാടി ഉണ്ട്. 28ൻ്റെ അന്ന് തന്നെ ജാതകം വായിക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഓരോ സ്ഥലത്തും ഓരോ മാതിരി ആയിരിക്കും. അപ്പോൾ ഒരു 3 മണി ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തണം. അപ്പോൾ എൻ്റെ പിന്നാലെ എല്ലാ വീഡിയോസും എനിക്ക് എടുത്ത് തരികയാണ് കേട്ടോ ആൾ, മണിക്കുട്ടി.
അപ്പോൾ അവളാണ് എനിക്ക് ഒരുവിധം വീഡിയോസൊക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വേഗം കാര്യങ്ങൾ ചെറുപ്പടേന്ന് ഇതാക്കുകയാണ്. കാരണം അമ്മയും ഏട്ടൻ്റെ അമ്മയും അച്ഛനും ഉണ്ണീനെ അടുത്ത് ഫോട്ടോസ് എടുത്തു. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ചടങ്ങിന് ശേഷം ഫുൾ ഫോട്ടോ ആയിരുന്നു. കാരണം ഇതൊക്കെ നമ്മുടെ ഒരു ഇതിൽ ബെസ്റ്റ് മെമ്മറി ആണല്ലോ. അപ്പോൾ പിന്നെ വേഗം കുറച്ചും കൂടിയും പോയി കഴിഞ്ഞപ്പോൾ ടൈം അധികമായി. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 3 മണിയൊക്കെ ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ഉണ്ണിയുടെ ജാതകം വായിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടന്നു. എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം സൂപ്പറായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേ എന്ന് പറയുന്നത് നമ്മൾ കുറേ കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു ഡേ ആണ്. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടന്നു. പിന്നെ ഇന്ന് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയപ്പോൾ എൻ്റെ ഫാമിലി ഒന്നും സർപ്രൈസാണ് ഗൈസ്. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.